മസാല ബോണ്ട് ഇടപാടിൽ കിഫ്ബി ഹൈക്കോടതിയെ സമീപിച്ചു. ഇഡിയുടെ കാരണം കാണിക്കൽ നോട്ടീസിനെതിരെയാണ് കിഫ്ബി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇഡി നടപടി നിയമവിരുദ്ധവും വസ്തുതാവിരുദ്ധവും എന്ന ഹർജിയിൽ രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗിൻ, ഇത് ആദ്യമായിട്ടല്ല കേന്ദ്ര ഏജൻസികൾക്കെതിരെ നിയമ നടപടിക്ക് സർക്കാർ ഒരുമ്പെടുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ, വിമർശനങ്ങളാണ് ഹർജിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മുൻപ് സമൻസ് വന്ന ഘട്ടത്തിൽ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അന്ന് മുൻ ധനകാര്യമന്ത്രി അടക്കം പോവുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം പൂർത്തിയാക്കി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ നിന്ന് കാരണം കാണിക്കൽ നോട്ടീസ് മുഖ്യമന്ത്രിക്കും കിഫ്ബിക്കും മുൻ ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും എത്തി. ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കിഫ്ബി ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നത്. ഈ നോട്ടീസ് ഇഡിയുടെ കാരണം കാണിക്കൽ നോട്ടീസ്, ഇഡി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ കാരണം കാണിക്കൽ നോട്ടീസ് നിയമവിരുദ്ധമാണ്, വസ്തുതാ വിരുദ്ധമാണ് എന്നതാണ് കിഫ്ബി പ്രധാനമായും പറഞ്ഞത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നോട്ടീസ് എന്ന കാര്യവും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഹർജി ഇപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. അപ്പോൾ സർക്കാരിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടുള്ള വാദം ആദ്യഘട്ടത്തിൽ നടന്നത്. സർക്കാർ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ മുൻപ് കഴിഞ്ഞ തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് വന്നിരുന്നു. അങ്ങനെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് ഇടവേളകളിൽ നോട്ടീസ് വരുന്നു. മാത്രമല്ല, സർക്കാർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന വാദം എന്ന് പറയുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കലാണ് ഉണ്ടായിട്ടുള്ളത്. അത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നതാണ് ഇപ്പോൾ പ്രധാനമായും കിഫ്ബി കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ കേന്ദ്രത്തിന് വേണ്ടി ASDI ഹാജരാകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് സർക്കാരിന്റെ ഈ പറയുന്ന ഹർജി അത് പ്രിമച്വറാണ്, അപക്വമാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഫെമ റൂൾസ് പ്രകാരമുള്ള അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് റിപ്പോർട്ട് കൊടുത്ത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്താൽ അതിന് റിപ്ലൈ കൊടുക്കുകയാണ് ബന്ധപ്പെട്ട കക്ഷികൾ ചെയ്യേണ്ടത്. ആ റിപ്ലൈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി പരിശോധിക്കും. ആ റിപ്ലൈ തള്ളിക്കളഞ്ഞുകൊണ്ടൊരു ഉത്തരവിട്ടാൽ അതിനെതിരെ ഈ പറയുന്ന കക്ഷികൾക്ക് വേണമെങ്കിൽ ട്രൈബ്യൂണലിൽ പോകാം. ആ ട്രൈബ്യൂണലും തള്ളിയാൽ കോടതികളിലേക്ക് വരാം. അല്ലാതെ ഇത്തരത്തിലുള്ള ബൈപ്പാസ് ചെയ്ത് ഈ കാര്യങ്ങൾ വരുന്നത് അത് അപക്വമായിട്ടുള്ളൊരു കാര്യമാണ് എന്നതാണ് പറയുന്നത്. എന്തായാലും വാദം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, മസാല ബോണ്ട് ഇടപാടിൽ കിഫ്ബി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇഡിയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് എതിരെയാണ് കിഫ്ബി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്.